നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ട്രെയിൻ മാർഗം പോയി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാ ദിവസവും ഗുരുവായൂർ പോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് ഈ പരിചയപ്പെടാൻ പോകുന്ന ട്രെയിൻ കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. എന്നിരുന്നാലും ട്രെയിനിൽ സ്ലീപ്പർ കോച്ചസും AC കോച്ചസും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇനി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തി നമ്മൾ അവിടെ ഒരു ദിവസം താമസിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ട്രെയിനിൽ തിരിച്ചുള്ള യാത്രയിൽ നമുക്ക് വരാനായി ഉപകാരപ്രദമാവും. അതായത് ഇതേ ട്രെയിൻ എല്ലാ ദിവസവും തിരിച്ചും സർവീസ് ഉണ്ട്. അതല്ല നമ്മൾ വരുന്ന അതേ ദിവസം ദർശനം കഴിഞ്ഞ് അതേ ദിവസം തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഈ ട്രെയിനിൽ നമുക്ക് തിരികെ പോകാനായി സാധിക്കില്ല. പകരം മറ്റൊരു വഴിയുണ്ട്. ട്രെയിൻ മാർഗം തന്നെ നമുക്ക് പോകാനും സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അതിന് ഏത് ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്ത് ഗുരുവായൂർ വന്നാലും അതേ ദിവസം ദർശനം കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമാവും. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ട്രെയിനെ പരിചയപ്പെടാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണം. വീഡിയോ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കൂ. ഫ്രണ്ട്സ്, ഇതാണ് ആ ട്രെയിൻ നമ്പർ 16327 ഗുരുവായൂർ എക്സ്പ്രസ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് കേട്ടോ. മധുരയിൽ നിന്ന് രാവിലെ 11:35 ആരംഭിക്കുന്ന ട്രെയിൻ 518 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അർദ്ധരാത്രി 2:10 ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ 11:35 മധുരയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 3:30 ആര്യങ്കാവിലേക്ക് എത്തിച്ചേരും. അതായത് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് തുടങ്ങുന്നത് ആദ്യത്തെ സ്റ്റേഷൻ ആര്യങ്കാവാണ്. ശ്രദ്ധിക്കുക, ഇതിനു മുമ്പ് ധാരാളം സ്റ്റോപ്പുകൾ നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്. അതെന്തായാലും നമുക്ക് പറയണ്ട, വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂടുമല്ലോ. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ എവിടം തൊട്ടാണോ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പുകളുള്ളത് അവിടം തൊട്ട് പറയാമെന്ന് കരുതി. അപ്പോൾ രാവിലെ 11:35 എല്ലാ ദിവസവും മധുരയിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ വൈകുന്നേരം ഒരു 3:30 ആര്യങ്കാവിലേക്ക് എത്തിച്ചേരും. പിന്നീട് 3:45 പുതിയ ആര്യങ്കാവിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 3:50 ഇടപ്പാളയം, 4 മണിക്ക് കഴുതുരുത്തി, വൈകുന്നേരം 4:10 തെന്മല, 4:20 ഒറ്റയ്ക്കൽ, 4:30 ഇടമൻ, 5:55 പുനലൂര്, 6:10 ആവണീശ്വരം, 6:20 കൂരി, 6:30 കൊട്ടാരക്കര, 6:35 എഴുകോൺ, 6:45 കുണ്ടറ ഈസ്റ്റ്, 6:55 കുണ്ടറ, 7 മണിക്ക് ചന്ദനത്തോപ്പ്, 7:05 കിളിക്കൊല്ലൂർ, 7:35 കൊല്ലം ജംഗ്ഷൻ, 7:54 പെരിനാട്, 8:05 ശാസ്താംകോട്ട, 8:20 കരുനാഗപ്പള്ളി, 8:30 കായംകുളം ജംഗ്ഷൻ, 8:45 മാവേലിക്കര, 8:50 ചെറിയനാട്, 8:55 ചെങ്ങന്നൂർ, 9:10 തിരുവല്ല, 9:15 ചങ്ങനാശ്ശേരി, 9:50 കോട്ടയം, 10 മണിക്ക് ഏറ്റുമാനൂർ, രാത്രി 10:05 കുറുപ്പന്തറ, 10:15 വൈക്കം റോഡ്, 10:30 പിറവം റോഡ്, 10:40 മുളന്തുരുത്തി, 10:50 തൃപ്പൂണിത്തുറ, 11:30 എറണാകുളം ടൗൺ, 11:40 ഇടപ്പള്ളി, 11:45 കളമശ്ശേരി, 12:05 ആലുവ, 12:20 അങ്കമാലി, 1:30 തൃശ്ശൂർ, 2:10 ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ ഗുരുവായൂർ. 2:10 എന്നുള്ളതെന്ന് പറയുമെങ്കിലും ട്രെയിൻ അതിനെക്കാട്ടി നേരത്തെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തും കേട്ടോ. ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അതെന്തായാലും അറിയാം. ഈ ഒരു ട്രെയിനിൽ 9 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് 9 എണ്ണം, സ്ലീപ്പർ കോച്ചസ് വരുന്നത് 2 എണ്ണമാണ്. അത് S1 S2 ഓക്കെ. AC കോച്ചസ് വരുന്നത് 1 എണ്ണം മാത്രമേ ഉള്ളൂ. അത് തേർഡ് AC ആണ്. B1 എന്ന് നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ ബോഗിയുടെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടില്ലേ, UR അതാണ് അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റില്ല. 9 ജനറൽ കമ്പാർട്ട്മെൻറ്റോളം ഉണ്ട്. പിന്നെ ഒരുപാട് സ്റ്റേഷനുകളിൽ നിർത്തുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണിത് കേട്ടോ. പാസഞ്ചർ ട്രെയിൻ പോലെ ഒരുപാട് സ്റ്റേഷനിൽ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും എക്സ്പ്രസ് കാറ്റഗറിയിലാണ് ഈ ഒരു ട്രെയിനെ ഇന്ത്യൻ റെയിൽവേ കണക്കാക്കുന്നത്. തീർച്ചയായും ഗുരുവായൂരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന നല്ലൊരു ട്രെയിനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ എക്സ്പ്രസ്. മധുരയിൽ നിന്ന് ഗുരുവായൂർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് 180 രൂപയും സ്ലീപ്പറിന് 330 രൂപയും തേർഡ് AC 865 രൂപയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എന്തായാലും മധുരയിൽ വന്ന് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കേരളത്തിലോട്ട് ഇത് ഓരോ സ്ഥലങ്ങളിലോട്ട് വരുമ്പോഴും ഇതിനനുസരിച്ച് വില കുറയും കേട്ടോ. ഈ 180 ജനറൽ ഉള്ളതെന്നൊക്കെ പറഞ്ഞത് അതനുസരിച്ച് കുറയും. അത് നമ്മുടെ യുക്തി വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ജനറൽ മാത്രമല്ല, സ്ലീപ്പർ ആണെങ്കിലും തേർഡ് AC ആണെങ്കിലും ഓരോ സ്ഥലങ്ങൾ അങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കും അതനുസരിച്ച് ടിക്കറ്റ് ചാർജ് കുറയും. ഞാനിപ്പോൾ ഈ ഒരു ട്രെയിൻ തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെയുള്ള സ്റ്റേഷനിൽ ടിക്കറ്റ് ചാർജാണ് പറഞ്ഞത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശ തുക എത്രയാവും എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ.
അതുപോലെ ഇതേ ട്രെയിൻ എല്ലാ ദിവസവും ഗുരുവായൂരിൽ നിന്ന് ട്രെയിൻ നമ്പർ 163-28 ആയിട്ട് തിരിച്ചു സർവീസ് ഉണ്ട്. അത് വെളുപ്പിനെ 5:50 ആരംഭിച്ച് രാത്രി 7:10 കൂടി അതേ ദിവസം മധുരയിലേക്ക് എത്തിച്ചേരും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ട്രെയിനിൽ ഗുരുവായൂരിലേക്കുള്ള യാത്ര പോകുമ്പോൾ ഇതേ ട്രെയിനിൽ നമുക്ക് തിരിച്ചു വരാനായി സാധിക്കില്ല. ഇതേ ട്രെയിനിൽ നമുക്ക് തിരിച്ചു വരാനായി സാധിക്കണമെങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ ദർശനം കഴിഞ്ഞ് അന്നൊരു ദിവസം അവിടെ സ്റ്റേ അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇതേ ട്രെയിനിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനായി സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ട്രെയിനിൽ കയറി രാത്രി ഒരു 2:10 ഗുരുവായൂർ അപ്പൻ്റെ സന്നിധിയിലെത്തി 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫ്രഷായി പോയി ക്യൂവിലൊക്കെ നിന്ന് അതേ ദിവസം നമ്മൾ രാവിലത്തെ ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് പ്ലാനെങ്കിൽ നമുക്കിപ്പോൾ 9:30 മുമ്പ്, രാവിലെ 9:30 മുമ്പ് നമ്മുടെ ദർശനം കഴിയുകയാണെങ്കിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകാൻ ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. ട്രെയിൻ നമ്പർ 563-15. 9:30 ഗുരുവായൂർ നടക്കുന്ന വണ്ടിയാണ്. 10:10 തൃശ്ശൂർ എത്തും. 10 രൂപയുടെ കാര്യമേ ഉള്ളൂ. പിന്നെ തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ട്രെയിനിൽ പോകാനായി സാധിക്കുന്നതാണ്. ഇനി അതല്ല, 9:30 ആയില്ല, നമ്മളെ ദർശനം കഴിഞ്ഞപ്പോൾ, ദർശനം കഴിഞ്ഞ് പിന്നെ നമ്മളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അധികം നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ യാത്ര തിരിക്കാൻ പ്ലാനെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. എറണാകുളം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. ട്രെയിൻ നമ്പർ 563-17 ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ. ഇതും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഗുരുവായൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 1:25 ആരംഭിക്കുന്ന ട്രെയിനാണ് കേട്ടോ. എറണാകുളം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ്. ഈ ട്രെയിനും തൃശ്ശൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ തൃശ്ശൂർ പോയി ഇറങ്ങാം. ഇനിയിപ്പോൾ എറണാകുളം ആണെങ്കിൽ എറണാകുളം പോയി ഇറങ്ങാം. ഈ 2 സ്ഥലത്ത് നിങ്ങൾക്ക് എവിടെ ഇറങ്ങിയിട്ടും എങ്ങോട്ട് പോകാനും നിങ്ങൾക്ക് വണ്ടി എപ്പോഴും കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഒരു ഓപ്ഷനാണ്. അതായത് ഞാൻ പറയുന്നത് നമ്മൾ ദർശനത്തിനായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ വരുമ്പോൾ അതേ ദിവസം തന്നെ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതല്ല, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ 2 സമയ ഷെഡ്യൂളും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ നിന്ന് ബസ് പിടിച്ച് നേരെ തൃശ്ശൂർക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ആകെ ഒരു പ്രശ്നം, ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ആലപ്പുഴ വഴി വരാനും ട്രെയിനുണ്ട്, കോട്ടയം വഴി വരാനും ട്രെയിനുണ്ട്, ഡയറക്റ്റ് ഗുരുവായൂരിലേക്ക് തിരിച്ചു പോകാനും അതേ കണക്ക് തന്നെ. പക്ഷേ നമ്മുടെ മലബാർ ഭാഗത്തു നിന്നേ ഉള്ളൂ ട്രെയിനിന്റെ ഒരു ക്ഷാമം, കുറവ്, വളരെയധികം കുറവെന്ന് പറയാനായിട്ടല്ല. ട്രെയിൻ ഡയറക്റ്റ് ഗുരുവായൂരിലേക്ക് വരാൻ മലബാർ സൈഡിൽ നിന്നില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പറ്റിയ മലബാർ സൈഡ്, അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെയൊക്കെ വരുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും ഒരു കിടിലം ട്രെയിൻ പ്ലാൻ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അതായത് മലബാർ ഭാഗത്തു നിന്ന് ട്രെയിൻ മാർഗം തന്നെ ഗുരുവായൂർ വന്ന് ദർശനവും കഴിഞ്ഞ് ട്രെയിൻ മാർഗം തന്നെ തിരികെ എങ്ങനെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യും. അതിനു മുമ്പ് നമ്മൾ കുറച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്ത വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ വരും. ട്രെയിൻ മാർഗം പോകുന്ന ക്ഷേത്ര ദർശനങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി അറിയിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ക്ഷേത്ര ദർശനം ട്രെയിൻ മാർഗം പോയി കാണാൻ ആഗ്രഹം എന്നുള്ളത് കൂടി കമന്റ് ബോക്സിലൂടെ കമന്റായി അറിയിച്ച് എന്നെ അറിയിക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും മറന്നുപോകല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.